ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നത് നെറൂട്ടോ സീരീസിലെ സാക്കുറയെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. പല ആൾക്കാർക്കും സാക്കുറയെ അത്രയും ഇഷ്ടമല്ല എന്ന് എനിക്കറിയാം. എന്നിരുന്നാലും സാക്കുറ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരെങ്കിലും ഈ ഒരു ചാനലുണ്ടെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. അപ്പോൾ സാക്കുറയെ പറ്റിയിട്ടുള്ള ചില ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സും മറ്റു കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്ക്. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ പല ആൾക്കാർക്കും സാക്കുറയെ ഇഷ്ടമല്ല എന്ന് ഞാൻ പറഞ്ഞല്ലേ. എന്നാൽ എത്രയൊക്കെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാലും സാക്കുറയുടെ ഫാൻ ബേസ് എന്ന് പറയുന്നത് ടോപ്പ് 3-യിലാണ്. ഇനി അതുപോലെ തന്നെ സാക്കുറയുടെ പേരിന്റെ അർത്ഥം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ചെറി ബ്ലാസം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പൂവിന്റെ പേരാണിത്. ഈ ഒരു പേരിനെ അർത്ഥമാക്കുന്ന രീതിയിൽ ആ ഒരു ക്യാരക്ടറിന്റെ ഹെയർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു സാക്കുറ പൂവിന്റെ പിങ്ക് നിറമാണ് സാക്കുറയുടെ മുടിയിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി സാക്കുറ ഒരു സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഷിനോബിയാണ് എന്ന് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയണമെന്നില്ല. എന്നാലും അതാണ് സത്യം. ഇപ്പോൾ ബൊറൂട്ടോ സീരീസ് നോക്കിക്കഴിഞ്ഞാൽ ഒട്ടുട്സുക്കിയുമായിട്ട് വരെ നമ്മുടെ സാക്കുറ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഭാഗത്ത് സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഷിനോബി എന്ന് പറഞ്ഞാലും ഒരു പവർഫുൾ ആയിട്ടുള്ള മെഡിക്കൽ നിഞ്ചയാണ് നമ്മുടെ സാക്കുറ. ഇവിടെ നെറൂട്ടോ ക്ലാസിക്കും ഷിപ്പുഡനും മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബൊറൂട്ടോ സീരീസിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഇഞ്ചുറി പറ്റിക്കഴിഞ്ഞാൽ സാക്കുറയാണ് അവിടെ എല്ലായിടത്തും ഓടിയെത്തുന്നത്. ഈ ഒരു ഹീലിംഗ് പവറാണ് സത്യത്തില് സാക്കുറയെ തന്നെ മുഴുവനായി മാറ്റി നിർത്തുന്നത്. നെറൂട്ടോ സാസുക്കെ പോലെ ഒരു പവർഫുൾ ആയിട്ടുള്ള കെക്കെ ഗെങ്കായി ഇല്ല, ഒരു പോപ്പുലർ ആയിട്ടുള്ള ക്ലാനിലും അല്ല. എന്നിട്ട് പോലും വിൽ പവറും ഇന്റലിജന്റ് ഒക്കെ വെച്ച് മെഡിക്കൽ നിഞ്ചയുമായി സുനാഡയുടെ കൂടെ ട്രെയിനിങ് ചെയ്തിട്ടുമുണ്ട്. കൂടാതെ നമ്മുടെ സുനാഡയൊക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു കാഡ്സുയു എന്ന ഒരു ജയന്റ് സ്ലഗിനെ സാക്കുറയ്ക്ക് സമൺ ചെയ്യാനും സാധിക്കും. അതായത് നമ്മുടെ നെറൂട്ടോ ടോഡിനെ സമൺ ചെയ്യുന്നു, സാസുക്കെ ആ ഒരു സ്നേക്കിനെയും സമൺ ചെയ്യുന്നു. അതുപോലെയാണ് സാക്കുറ ഇവിടെയും സമൺ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സാക്കുറയും ഒരു സ്മാർട്ടസ്റ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. എന്നാൽ ഷിക്കമാറു ലെവലിലൊന്നും വരില്ലെങ്കിലും ഇന്റലിജന്റിന്റെ ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ സാക്കുറ അത്യാവശ്യം സ്മാർട്ടസ്റ്റ് ആയിട്ടുള്ള ഒരാളാണ്. ഇത് എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ചുനിയൻ എക്സാം നടക്കുന്ന സമയത്ത് ഒരു റിട്ടേൺ എക്സാം ടെക്സ്റ്റ് നടക്കുന്നുണ്ട്. ഈ സമയത്ത് മറ്റ് ക്യാരക്ടേഴ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും തന്റെ പവേഴ്സ് വെച്ച് ചീറ്റ് ചെയ്താണ് ഈ ഒരു എക്സാം എഴുതിയത്. ഇപ്പോൾ എക്സാമ്പിളിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സാസ്കി ആണെങ്കിൽ ഷെറിഗൻ വെച്ചും നമ്മുടെ ഹിനാട്ടെ ആണെങ്കിൽ ബ്യാക്കുഗൺ വെച്ചും ഷീനോ തന്റെ ബഗ്സ് വെച്ചൊക്കെയാണ് ആ ഒരു എക്സാം എഴുതിയത്. എന്നാൽ ഇതൊക്കെ നടക്കുന്ന സമയത്തും ആ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് പഠിച്ച് എഴുതിയ ഒരേ ഒരാളെന്ന് പറയുന്നത് നമ്മുടെ സാക്കുറയാണ്. എന്നാൽ ഈ ഒരു എക്സാമിന്റെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ നെറൂട്ടോ ആണെങ്കിൽ ഒരു വരി പോലും എഴുതാതെയാണ് ഇവിടെ നെറൂട്ടോ ഈ ഒരു എക്സാമിൽ പാസ്സായത്. അതുപോലെ സാക്കുറയ്ക്ക് ഏതൊരു ടെക്നിക്കും ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ സാധിക്കും എന്ന രീതിയിലും നമ്മുടെ സാക്കുറയെ ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ നെറൂട്ടോ ക്ലാസിക്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു മരത്തിന്റെ മുകളിൽ കയറാൻ വേണ്ടി കക്കാശി ഒരു ടെക്നിക്ക് അല്ലെങ്കിൽ ഒരു സംഭവം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതിൽ ആദ്യം പാസ്സാവുന്നത് നമ്മുടെ സാക്കുറയാണ്. എന്നാൽ ഇതൊക്കെ ഉണ്ടെങ്കിലും സാക്കുറയ്ക്ക് പറയാനായിട്ടുള്ള ഒരു സ്പെഷ്യൽ ടെക്നിക്കോ അതുപോലെ തന്നെ സ്പെഷ്യൽ മൂവോ ഇല്ല. അതായത് നമ്മുടെ നെറൂട്ടോയെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നെറൂട്ടോ റെസിംഗൻ യൂസ് ചെയ്യുന്നുണ്ട്, സാസ്കയെ നോക്കിക്കഴിഞ്ഞാൽ സാസ്കെ ചിത്തോരി യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ സാക്കുറയ്ക്ക് പറയാനായിട്ട് അത്രയൊന്നും പവർഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്ക് ഇല്ല. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരാണെങ്കിൽ പവർഫുൾ ആകണം എന്ന് പറഞ്ഞ് ആ ഒരു വഴിയിൽ പോകുമ്പോൾ സാക്കുറ പതിയെ ഹീലിംഗ് സൈഡിലേക്കാണ് പോയത്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ സാക്കുറയ്ക്ക് പ്രത്യേകിച്ച് കെക്കെ ഗെങ്കായി ഒന്നും ഇല്ല എന്ന്. എന്നാൽ ഇതൊന്നും ഇല്ലെങ്കിലും സാക്കുറയ്ക്ക് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ടെക്നിക് ഉണ്ട്. അതാണ് സ്ട്രെങ്ത് ഓഫ് എ 100 സീൽ. ഇതൊരു അഡ്വാൻസ് ലെവലിൽ വരുന്ന ജുട്സു ആണ്. ഇത് സാക്കുറയ്ക്ക് മുൻപ് യൂസ് ചെയ്യുന്നത് നമ്മുടെ സുനാഡയാണ്. എന്നാൽ ഇതേ സുനാഡ തന്നെയാണ് നമ്മുടെ സാക്കുറയ്ക്ക് ഇത് പഠിപ്പിച്ചും കൊടുക്കുന്നത്. ഇനി രണ്ട് ഹൊക്കാഗയുടെ കൂടെ ട്രെയിനിങ് ചെയ്ത ഷിനോബി ആരൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിലൊന്ന് ഇറുസനും മറ്റൊന്ന് നമ്മുടെ സാക്കുറയുമാണ്. ഇറുസൻ സറുട്ടോബിയെ നോക്കിക്കഴിഞ്ഞാൽ ടോബുരാമയുടെ കൂടെയും ഹാഷിറാമയുടെ കൂടെയും ട്രെയിനിങ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ സാക്കുറയെ നോക്കിക്കഴിഞ്ഞാലും ടീം 7ന്റെ ലീഡർ ആയിട്ടുള്ള കക്കാഷിയുടെ കൂടെയും അതുപോലെ തന്നെ ആ ഒരു സമയത്ത് ഹൊക്കാഗെ ആയിട്ടുള്ള സുനാഡയുടെ കൂടെയും ട്രെയിനിങ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നെറൂട്ടോയ്ക്ക് റൈവലായിട്ട് സാസ്കി എന്ന് പറയുന്നത് പോലെ സാക്കുറയ്ക്ക് റൈവൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ട്. അതാണ് നമ്മുടെ ഈനോ. സാക്കുറയുടെ ചെറുപ്പത്തിൽ എങ്ങനെയാണ് ഈനോ വന്നതെന്നും പിന്നീട് എന്തൊക്കെയാണ് നടന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ സാക്കുറയുടെ ചെറുപ്പത്തിൽ നെറൂട്ടോ ക്ലാസിക്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി സാക്കുറയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളും മാരേജ് ചെയ്തതുമായിട്ടുള്ള ക്യാരക്ടറാണ് നമ്മുടെ സാസ്കെ. നമ്മുടെ സാക്കുറയ്ക്കാണെങ്കിൽ സാസ്കെ എത്രത്തോളം ഇഷ്ടമാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് സീരീസിൽ ഉടനീളം അത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ അതിനുശേഷം ബൊറൂട്ടോ സീരീസിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് സറാഡ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടിയും ഉണ്ടാകും. ഇനി എന്തുകൊണ്ടാണ് പല ആൾക്കാരും സാക്കുറയെ ഹെയ്റ്റ് ചെയ്യുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ടീം 7ൽ തന്നെ നെറൂട്ടോയും സാസ്കെയും മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഏറ്റവും വീക്ക് ആയിട്ടുള്ള ആള് നമ്മുടെ സാക്കുറയാണ്. അതുപോലെ തന്നെ സാക്കുറയ്ക്ക് പറയാൻ മാത്രമായിട്ടുള്ള ഒരു ബാക്ക് സ്റ്റോറിയും ഇല്ല. അതുപോലെ തന്നെ നെറൂട്ടോയുടെ തുടക്കത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നെറൂട്ടോയെ എപ്പോഴും കളിയാക്കുന്ന രീതിയിലും അവനെ താഴ്ത്തി പറയുന്ന രീതിയിലുള്ള ആ ഒരു സംസാരമൊക്കെ പല ആൾക്കാർക്കും സാക്കുറയെ ഒരു ഇഷ്ടപ്പെടാതെ വന്നു. ഇത് കഴിഞ്ഞും ഒരുപാട് റീസൺ ഉണ്ടെങ്കിലും ഇപ്പോൾ നമ്മുടെ ബൊറൂട്ടോ സീരീസ് നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞതൊക്കെ മാറ്റി നിർത്തി സാക്കുറയാണ് നെറൂട്ടോയും സാസ്കെയും വെച്ച് നോക്കുമ്പോൾ ബെസ്റ്റ് ആയിട്ടുള്ളതെന്ന് ഞാൻ പറയും. ഇനി നിങ്ങൾ സത്യത്തിൽ സാക്കുറയെ ഇഷ്ടപ്പെടുന്നവരാണോ അതോ ഹെയ്റ്റ് ചെയ്യുന്നവരാണോ? മറക്കാതെ കമന്റ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്.